നമസ്കാരം. നടൻ ദിലീപ് ബി.ജെ.പിയിലേക്ക്. പറയുന്നത് മറ്റാരുമല്ല, സംവിധായകനായ ശാന്തിവിള ദിനേശാണ്. ദിലീപ് ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറയുന്നതിന്റെ കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. നമുക്കറിയാം, ഏറെ കാലത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രത്തിന് മികച്ച വരവേൽപ്പ് ലഭിച്ചിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ദിലീപ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ഒരു തരത്തിൽ പറയാം. എന്നാൽ സാധാരണ ഓരോ ദിലീപ് ചിത്രം ഇറങ്ങുമ്പോഴും ഉണ്ടാകാറുള്ള വിവാദം പതിവ് പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയപ്പോഴും ഉയർന്നിരുന്നു. പ്രമുഖ സോഷ്യൽ മീഡിയ റിവ്യൂവർമാർ തന്നെ ചിത്രത്തെ പറ്റി നെഗറ്റീവ് പറഞ്ഞതായിരുന്നു അതിലൊന്ന്. തിയേറ്ററുകളിൽ ആളുകൾ കയറുമ്പോൾ റിവ്യൂവർമാർ പ്രത്യേക അജണ്ട വച്ച് പെരുമാറുന്നുവെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ ആരോപണം. കൂടാതെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ചില രാഷ്ട്രീയ വിഷയങ്ങളും ഉയർന്നു വന്നു. എന്തെന്നാൽ ചിത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്ന CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്കും വിവിധ കോണുകളിൽ നിന്നാണ് വിമർശനമുയർന്നത്. ഇതോടെ MA ബേബിക്ക് ഈ വിഷയത്തിൽ വലിയ വിശദീകരണവും നൽകേണ്ടി വന്നു. എന്നാൽ വിശദീകരണം നൽകിയാലും വിവാദം അവസാനിക്കുന്നില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. സംവിധായകൻ ശാന്തിവിള ദിനേശ് അടക്കമുള്ളവർ MA ബേബിക്കെതിരെ വിമർശനം നടത്തിയിരുന്നു. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ ഒരാൾ ഇത്തരം വിമർശനങ്ങൾ കേട്ട് സ്വന്തം നിലപാട് തിരുത്താൻ പാടില്ലായിരുന്നുവെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. മാത്രവുമല്ല, എല്ലാവരും കൂടെ ദിലീപിനെ BJPയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കോടതി ശിക്ഷ വിധിക്കാതെ കുറ്റവാളി എന്ന് കോടതി പറയാത്ത ഒരു വ്യക്തിയുടെ സിനിമ കണ്ട് നല്ലതെന്ന് പറയരുതെന്ന് കൽപ്പിക്കുന്ന സമൂഹത്തെ കണ്ട് ബേബി സഹാവ് പേടിച്ചോളൂ. പക്ഷേ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പേടിക്കരുതെന്നാണ് പറയാനുള്ളത്. ബുക്ക് മൈ ഷോയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ തോതിൽ വിറ്റുപോകുന്നതാണ് പലരുടെയും പ്രശ്നം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ പറയാൻ പാടില്ലാത്ത പലതും ചാനലുകളിലൂടെ പറഞ്ഞ വ്യക്തിയാണ് ലിബർട്ടി ബഷീർക്ക. അദ്ദേഹമാണ് പറയുന്നത്, തുടരും പോലെ മികച്ച സിനിമയായിരുന്നു ദിലീപിന്റെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നും പടം വിജയിക്കുമെന്നും. എന്നാൽ മറ്റു ചിലർക്ക് അത് ദഹിക്കില്ല. അതേസമയം യുവരാജ് ഗോകുൽ എന്ന യുവമോർച്ച നേതാവിട്ട പോസ്റ്റിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കോടികൾ നേടുമെന്ന് പറയുന്നുമുണ്ട്. അതൊക്കെ പലർക്കും പ്രശ്നമാണ്. ഒരു യൂട്യൂബ് ചാനലിലെ മുൻ മാധ്യമ പ്രവർത്തകനൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന ലേബലിലാണ് പ്രസംഗിക്കുന്നത് പോലും. അവസരവാദമാണെന്നുറപ്പാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ദിലീപിനെ BJP പാളയത്തിൽ എത്തിക്കുകയാണ് ഈ മാപ്രകളുടെ അജണ്ട. കോൺഗ്രസ് നേതാവും ആലുവ MLAയുമായ അൻവർ സാദത്തിന്റെ അടുത്ത ആളുമാണ് നടൻ ദിലീപ്. അൻവറിനെ ജയിപ്പിക്കാൻ എന്തും ചെയ്യുന്ന ആളാണ് ദിലീപെന്ന് അവിടുത്തെ പല നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പങ്കെടുത്ത ഏക സിനിമാക്കാരൻ ദിലീപായിരുന്നു. അങ്ങനെയുള്ള ദിലീപിനെ മാപ്പറകൾ മറിയച്ചേട്ടത്തിയെ പോലെ BJPയിൽ എത്തിക്കും. എന്തായാലും സംവിധായകന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സംവിധായകൻ പറയുന്നത് പോലെ സംഭവിച്ചാൽ ദിലീപ് BJPയിലേക്ക് എത്തുമോ എന്നാണ് മലയാളികളുടെ ചോദ്യം.